ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ എത്ര ബിരിയാണി ഉണ്ടാക്കിയാലും കല്യാണ വീട്ടിലുണ്ടാക്കുന്ന ആ ബിരിയാണിൻ്റെ ടേസ്റ്റും ആ ഒരു മണവും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിക്ക് കിട്ടില്ല എന്നാണ് എല്ലാവരും പറയാറ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കല്യാണ വീട്ടിലുണ്ടാക്കുന്ന കുട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടൻ ബിരിയാണി എന്ന് പറയുമ്പോൾ ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ചേരുവകൾ ആവശ്യമുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. 2 കിലോ ബീഫിലേക്ക് 2 കിലോ അരി എടുക്കുന്നുണ്ട്. പിന്നെ സവോള എടുക്കുകയാണെങ്കിൽ ഒരു 12 സവോള എടുത്തിട്ടുണ്ടാവും. അത്രയും വേണ്ടി വരുന്നില്ല. പിന്നെ ഒരു 5 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകാണെങ്കിൽ ഒരു 100 ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി 150 ഗ്രാം ഉണ്ടാവും. പിന്നെ 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് നമുക്ക് ദമ്മിടുന്ന സമയത്ത് ആവശ്യമുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിൽ വേണം. പിന്നെ നെയ്യാണെങ്കിൽ 50 ഗ്രാം നെയ്യ് മതിയാവും. 6 kg ഗീ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ വലിയ ജീരകമുണ്ട്. പിന്നെ മല്ലിയില, പുതിനയില ഇതെല്ലാം വേണം. പിന്നെ കുറച്ച് ഏലക്ക, പിന്നെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, പിന്നെ ഗരം മസാല, എല്ലാ സ്പൈസസും കൂടിയിട്ടുള്ളത് ഇതെല്ലാം വേണം. പിന്നെ അല്പം തൈര് വേണം. അതിൻ്റെ അളവൊക്കെ ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് പറയാം കേട്ടോ. പിന്നെ ഇതുപോലെ കുരുമുളക് കുറച്ച് പൊടിച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂണോളം വേണ്ടി വരും. അതുപോലെ തന്നെ പൊടിക്കാത്ത കുരുമുളക് ഒരു ടേബിൾ സ്പൂണോളം വേണ്ടി വരും. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ കുട്ടൻ ബിരിയാണി തയ്യാറാക്കാൻ അത്യാവശ്യം വേണ്ട ചേരുവകൾ. അതുപോലെ അരി എടുക്കുമ്പോൾ UTC റൈസ് എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കൈമ റൈസ് എടുക്കുക കേട്ടോ. പിന്നെ ഈ ബിരിയാണി ഞാനല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഇക്കാടെ നാട്ടിൽ ഇതുപോലെ കല്യാണ ഫംഗ്ഷനൊക്കെ ബിരിയാണി തയ്യാറാക്കുന്ന ആളെ കൊണ്ട് തന്നെയാണ് ഈ ബിരിയാണി തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് അവരെ ബിരിയാണി പൊതുവേ. അപ്പോൾ പിന്നെ അവരെ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരുടെ ആ സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ഒന്ന് അറിയാമല്ലോ, എന്താണ് അവരിടുന്നതെന്നൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവരെ കൊണ്ട് തയ്യാറാക്കിക്കുന്നതും. പിന്നെ അതുപോലെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണിയിലേക്ക് നമ്മൾ ചേർക്കുന്ന ചേരുവകളെല്ലാം ഇതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ അത് ഇടുന്ന സമയവും അത് ചേർക്കുന്ന ആ ഒരു രീതിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുമ്പം അത് ആ ബിരിയാണീൻ്റെ ടേസ്റ്റിലും മണത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്ന് ഈ ഒരു ബിരിയാണിയിലൂടെ എനിക്ക് മനസ്സിലായത്. അതായത് ഇവിടെ ഇപ്പം റോ സ്പൈസസ് ആയിട്ടുള്ള കറാമ്പട്ട, കറാമ്പൂ, സാജീരകം, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, മല്ലിയില, പുതിനയില, ക്യാരറ്റ് ഇതെല്ലാം കൂടി ഒന്ന് നെയ്യിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ ദമ്മിടുമ്പം അരിയുടെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് ഇക്ക പോകുന്നതിന് തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നതും. പുറത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരടുപ്പത്ത് നമ്മൾ കലത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അരി വേവിക്കാനുള്ള വെള്ളമാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പം ആ ഒരു സമയം കൊണ്ട് നമുക്ക് മസാലകളൊക്കെ തയ്യാറാക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു അടുപ്പ് കൂട്ടുകയാണ്. മസാലകൾ തയ്യാറാക്കാനുള്ള അടുപ്പ് കൂട്ടുകയാണ്. അപ്പോൾ നമ്മുടെ കലം നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഇതുപോലെ വഴറ്റിയെടുക്കാനുള്ളതൊക്കെ ഓയിലിൽ വേണം വഴറ്റിയെടുക്കാൻ. വെളിച്ചെണ്ണ അല്ല കേട്ടോ, സാധാ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണം യൂസ് ചെയ്യാൻ. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകമാണ്, അതായത് പെരിഞ്ജീരകം എന്ന് പറയും. അതൊരു 2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ടാവും. പിന്നെ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചമുളക്. പിന്നെ സവോള ചേർത്ത് കൊടുക്കാം. ഇതൊന്നും വഴറ്റിയിട്ടില്ല കേട്ടോ, ഇതെല്ലാം കൂടി വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. പിന്നെ സവോള ഞാൻ അത്രയും ചേർത്തിട്ടില്ല കേട്ടോ. 12 സവോള എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീഡിയം സൈസ് സവോള. ഞാനതിൽ 10 സവോളയോളം എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് മസാല ആയിട്ടുണ്ടെങ്കിൽ കുട്ടൻ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ, ക്രിസ്റ്റൽ സോൾട്ടാണ് ചേർത്തിട്ടുള്ളത്.
നമ്മളൊക്കെ സാധാ ഉപ്പാണ് ചേർക്കാറ്, പക്ഷേ ഇതുപോലെ കല്ലുപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് സവാള നന്നായിട്ട് വഴറ്റി എടുത്ത ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തക്കാളിയും ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോഴേക്കും നമുക്ക് അരി തിളപ്പിക്കാനുള്ള വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമുക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. കല്ലുപ്പാണ് അതിലേക്കും ചേർക്കുന്നത്. പാകത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരുപാട് ഉപ്പ് ചേർക്കണ്ട. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കാനില്ല. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഞാനത് നേരത്തെ ചതച്ചെടുക്കാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോ ചേർക്കാം. പിന്നെ തൈര് ഒരു 2 ടേബിൾ സ്പൂൺ, ഒരുപാടൊന്നും വേണ്ട, പുളിക്കനുസരിച്ച് വേണം ചേർക്കാൻ. ഈ തൈര് നല്ല പുളിയുണ്ട്, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരുപാട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തതും ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മൊത്തത്തിൽ 2 ചെറുനാരങ്ങ യൂസ് ചെയ്യുന്നുണ്ട്. 1 ചെറുനാരങ്ങ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ കുട്ടൻ ബിരിയാണി കഴിക്കുമ്പോൾ അതിൽ മസാല ഒന്നും നമ്മൾ പുറത്തേക്ക് കാണില്ല, പക്ഷേ നല്ല ഫ്ലേവർഫുൾ ആയിരിക്കും റൈസും ബീഫൊക്കെ കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാല നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ മസാല ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുക്കായ ശേഷം നമുക്കതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് വലിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം പാകത്തിന് വേണം ചേർക്കാൻ കേട്ടോ. അപ്പം പുളിക്കനുസരിച്ച് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാൻ ചേർത്തുള്ള തൈര് അധികം പുളി ഉള്ളതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കേട്ടോ. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന തൈര് അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാൻ. നല്ലൊരു വെയിലൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ പുറത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ പെട്ടെന്ന് മഴക്കാറും നല്ല കാറ്റൊക്കെ വന്നപ്പം ആകെ മൊത്തം കൊളായെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അതങ്ങനെ തന്നെ പോയി. ഭാഗ്യവശാൽ നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ബീഫ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയുടെ ആ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ അതിലേക്ക്. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പ് പുളി ഇതൊക്കെ ഒന്ന് പാകം ആയിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ തൈര് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവിനായിട്ട് നമ്മളിവിടെ ചേർക്കുന്നത് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് കേട്ടോ. പിന്നെ മല്ലിയില ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതുകൂടെ പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുനാരങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടും ബീഫ്. പിന്നെ ബീഫ് നമ്മൾ ഹാഫ് കുക്കാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ബാക്കി നമ്മൾ ദമ്മിലിട്ടിട്ടാണ് കുക്കാക്കി എടുക്കുന്നത്. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം അരി നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം ബീഫ് ഒന്ന് ചെറുതായിട്ട് കുക്കായ ശേഷം മാത്രമാണ് അരി വേവിക്കാൻ വെക്കുന്നത് തന്നെ. അപ്പം അരി വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയൊന്നുമല്ല കേട്ടോ, കുരുമുളകായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ബീഫ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കുകയാണിപ്പോൾ. ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. വെള്ളമൊന്നും വല്ലാണ്ട് വറ്റിയിട്ടില്ല, എന്നാലും ബീഫ് ഹാഫ് കുക്ക് ആയിട്ടുണ്ടാവും. ഒരു ഇറച്ചി പീസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നോക്കുക. ഒരു പകുതി വേവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കനലൊക്കെ ഒന്ന് മാറ്റി വെക്കുക. നമ്മൾ സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. പിന്നെ നമ്മൾ നല്ല ഫ്ലെയിമിൽ കത്തിച്ചെടുക്കരുത്, കാരണം നമ്മൾ ദമ്മിടുമ്പോൾ വീണ്ടും നന്നായിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് കനലൊന്ന് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ഇനി ഒരുപാട് നന്നായിട്ട് കത്തിക്കുന്നൊന്നുമില്ല. അപ്പോൾ കനലൊക്കെ എടുത്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ അരി വേവിച്ചെടുത്ത ശേഷം ദമ്മിടുമ്പോഴാണ് പിന്നെ വീണ്ടും കനലിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മൾ ബീഫ് ഇനി വേവിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ അരി തിളപ്പിക്കാനുള്ള ഇതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ്. കഴുകിയിട്ടുള്ള അരിയാണ് ഇട്ട് കൊടുക്കുന്നത്.
ഞാനൊക്കെ ബിരിയാണി റെഡിയാക്കുമ്പം ആദ്യം തന്നെ സവോള വേഗം വഴറ്റിയെടുക്കും. എന്നിട്ട് പിന്നെ അപ്പോഴേക്കും അരി വേവിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്യും. അരി വേവിച്ച് മാറ്റി വെച്ചാലേ ഒരു സമാധാനം ആവുള്ളൂ. നമ്മൾ പിന്നെ വേഗം നമുക്ക് ദമ്മിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്തത് നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി ബീഫൊക്കെ ഹാഫ് കുക്ക് ആയ ശേഷം മാത്രമാണ് അരി വേവിക്കാൻ വെച്ചത് തന്നെ. പെട്ടെന്ന് റെഡിയായും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 12 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ അരി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വല്ലാണ്ട് വേവൊന്നും വേണ്ട. അരി ഒരു ഹാഫ് കുക്കായാൽ മതി, ഒരു പകുതി വേവായാൽ മതി. ബാക്കി നമ്മൾ ദമ്മിട്ടിട്ടാണ് നമ്മൾ ബാക്കി വേവിച്ചെടുക്കുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ഇതുപോലെ തന്നെ ഊറ്റിയെടുത്തിട്ട് നമ്മളിതുപോലെ ഒരു സ്ട്രെയിനറിലേക്കോ അല്ലെങ്കിൽ ഒരു മുറത്തിലേക്കോ ഇട്ടിട്ട് ആ വെള്ളം നന്നായിട്ട് വാർത്തെടുക്കും വേണം. വെള്ളത്തോട് കൂടിയിട്ട് നമ്മൾ മസാലയിലേക്ക് ഇട്ട് കൊടുക്കരുത്. പിന്നെ അരിയുടെ വേവ് ഇതുപോലെ ആയിരിക്കണം. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പം അങ്ങോട്ട് പ്രസ്സായി പോവരുത്. ഇങ്ങനെ പൊട്ടിപ്പോകുന്ന രീതിയിലായിരിക്കണം അരിയുടെ വേവ്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ദമ്മിടാൻ പോവുകയാണ്. ഇപ്പോൾ ബീഫ് ഹാഫ് കുക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ പകുതി അരി ഇട്ട് കൊടുക്കുക. സാധാ ദമ്മിടുന്ന പോലെ തന്നെ പകുതി അരി ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ റോ സ്പൈസസും ക്യാരറ്റ്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, പിന്നെ മല്ലിയില, പുതിനയില ഇതെല്ലാം കൂടി ഇതിന് മുകളിലിട്ട് കൊടുക്കുക. ഇത് ഒന്ന് വറുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആവും. ഞാനിത് വറുത്തിട്ടില്ല, അത് ചെറുതായിട്ടൊന്ന് വിട്ടുപോയതാണ്. അപ്പോൾ വറുത്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. സാധാ നെയ്യിലോ അല്ലെങ്കിൽ ഓയിലിലോ ഒന്ന് വറുത്തിട്ട് വേണം, ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും അതിന് മുകളിൽ ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് എനിക്കറിയില്ലായിരുന്നു. ഇനി നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അങ്ങനെ വരുമ്പം റൈസൊക്കെ നല്ല ടേസ്റ്റായിട്ട് വരുന്നുണ്ടെന്നും അതുപോലെ റൈസ് വിട്ട് കിടക്കുന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നെയ്യ്, ആകെ 50 ഗ്രാം നെയ്യാണ് ഈ 2 കിലോ അരിയിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഞാനൊക്കെ ഒരുപാട് നെയ്യ് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ കനലിട്ട് കൊടുക്കണം ദമ്മിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെയും കുറച്ച് കനലുണ്ട്, മുകളിലും കനലുണ്ട്. അതുപോലെ ഈ അടുപ്പിൻ്റെ സൈഡിലൊക്കെ കനലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടിൽ ഒരു 1.5 മണിക്കൂർ വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മളിത് തുറന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ദമ്മൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിന് നമ്മുടെ അവിടെയൊക്കെ ദമ്മ് പൊട്ടിക്കുക എന്നാണ് പറയാറ്. അതായത് ഈ ബീഫും റൈസും കൂടി മിക്സ് ചെയ്തെടുക്കുന്നതിനാണ് ദമ്മ് പൊട്ടിക്കുക എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ചൂടോട് കൂടിയിട്ട് വല്ലാണ്ട് മിക്സ് ചെയ്യരുത്. അങ്ങനെ വരുമ്പം അരി കുഴഞ്ഞു പോവും. ശരിക്കും പറയുകയാണെങ്കിൽ 1.5 മണിക്കൂർ നമ്മൾ ദമ്മിൽ വയ്ക്കുന്നു. എന്നിട്ട് ദമ്മിൽ നിന്ന് എടുത്തിട്ട് ഇറക്കി വെക്കണം. ചൂട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആറിയ ശേഷമാണ് നമ്മളത് ദമ്മ് പൊട്ടിക്കേണ്ടത്. ദമ്മിലിരുന്ന പാടന്നെ പൊട്ടിക്കുമ്പോൾ ചിലപ്പം അരി കുഴഞ്ഞു പോവും. അപ്പോൾ അവർ പറഞ്ഞത് 1.5 മണിക്കൂർ ദമ്മ് വയ്ക്കുക, എന്നിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം, ദമ്മിൽ നിന്ന് ഇറക്കിയിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനെന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ വീട്ടിൽ അതേ ടേസ്റ്റിലുള്ള അതേ മണത്തിലുള്ള എന്താ പറയുക നല്ല അടിപൊളി കുട്ടൻ ബിരിയാണി. അപ്പോൾ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിലുള്ള ബിരിയാണി നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബിരിയാണി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും സെയിം ടേസ്റ്റുള്ള ബിരിയാണി നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട്. ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്സും എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക്